ചിലപ്പോൾ നിങ്ങളുടെ നല്ല മനസ്സിനെ പോലും മറ്റുള്ളവർ വിലകുറച്ച് കണ്ടിട്ടുണ്ടാകും. പക്ഷേ അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർ സാധാരണയായി വളരെ ആത്മാർത്ഥമായ ആളുകളായിരിക്കും. ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ പലപ്പോഴും മറ്റുള്ളവർ മുന്നിൽ എത്തിയെന്ന് തോന്നുമ്പോഴും നമസ്കാരം. സ്റ്റുഡിയോ ആസ്ട്രോയുടെ ഈ ആത്മീയ ജ്യോതിഷ ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജ്യോതിഷ വിഷയങ്ങൾ, നക്ഷത്രഫലങ്ങൾ, ഗ്രഹനിലകൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ അവതരിപ്പിക്കുന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ പുതിയ വീഡിയോ അപ്ഡേറ്റുകൾ സമയോചിതമായി ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ അഞ്ജന എസ് പണിക്കർ. നിങ്ങളുടെ പിന്തുണയും നിങ്ങളുടെ അമൂല്യമായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മടിക്കേണ്ടതില്ല. കൂടെ നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ ദയവു ചെയ്തു ലിങ്ക് ഷെയർ ചെയ്യണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവരുടെയും കമന്റുകൾക്കും അഭിപ്രായങ്ങൾക്കും വളരെ അധികം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ജോലി തിരക്കുകൾ കാരണം എല്ലാ കമന്റുകൾക്കും ഉടൻ മറുപടി നൽകാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നിരുന്നാലും പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുമല്ലോ. മറുപടിയിൽ എന്തെങ്കിലും ഡിലേ ഉണ്ടായാൽ ദയവു ചെയ്തു ക്ഷമിക്കുമല്ലോ. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവരെ, നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നിർണായകമായ ഒരു കാലഘട്ടത്തിലേക്കാണ് ഈ വിഷുവിലൂടെ നിങ്ങൾ കടന്നുപോകുന്നത്. ഇത് വെറും ഒരു പുതിയ വർഷത്തിന്റെ തുടക്കമല്ല, പല കാര്യങ്ങളും ഉള്ളിൽ നിന്ന് മാറി തുടങ്ങുന്ന ഒരു പുതിയ ഘട്ടത്തിന്റെ ആരംഭമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി നിങ്ങളിൽ പലർക്കും ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടാകും, ഞാൻ ഇത്രയും ശ്രമിക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് കാര്യങ്ങൾ പൂർണ്ണമായി കൈവരാത്തത് എന്ന്. ചില കാര്യങ്ങൾ അവസാന നിമിഷം വരെ എത്തി പിന്നെ മുടങ്ങിപ്പോയിട്ടുണ്ടാകാം. ഒരുപാട് പ്രതീക്ഷയോടെ തുടങ്ങിയ കാര്യങ്ങൾ പോലും പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ടു പോയില്ലെന്ന് തോന്നിയിട്ടുണ്ടാകാം. ചിലപ്പോൾ ആളുകൾ നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും. നിങ്ങൾ പറയാത്ത കാര്യങ്ങൾ പോലും നിങ്ങളുടെ പേരിൽ കേട്ടിട്ടുണ്ടാകാം. നിങ്ങൾ സത്യസന്ധമായി ചെയ്ത കാര്യങ്ങൾ പോലും ചിലർ തെറ്റായ രീതിയിൽ കണ്ടിട്ടുണ്ടാകാം. അത്തം നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇവർ സാധാരണയായി വളരെ നല്ല മനസ്സുള്ളവരാണ്. ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കും. കഴിയുന്നത്ര സമാധാനത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ അതേ നല്ല മനസ്സിനെ ചിലർ പലപ്പോഴും ബലഹീനതയായി കാണും. ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്കായി വളരെ അധികം ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ തിരിച്ചുകിട്ടിയത് നന്ദിയല്ല, നിരാശയായിരിക്കാം. ഞാൻ ഇത്രയും നല്ല മനസ്സോടെ പെരുമാറിയിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന ചിന്ത മനസ്സിൽ വന്നിട്ടുണ്ടാകാം. പുറത്ത് സാധാരണ പോലെ പെരുമാറിയാലും ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങളും വിഷമങ്ങളും ഒളിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ കഴിഞ്ഞ ചില മാസങ്ങൾ കടന്നുപോയത്. ചില രാത്രികളിൽ ഉറങ്ങാൻ പോലും ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. എന്റെ സമയം എപ്പോഴാണ് വരുന്നത് എന്നൊരു തോന്നൽ പോലും ഉണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ ഒരു വലിയ മാറ്റത്തിന്റെ സൂചനയുണ്ട്. ഈ വിഷുവിന് ശേഷം കാര്യങ്ങൾ പതുക്കെ മാറാൻ തുടങ്ങും. ഇതുവരെ നിങ്ങളെ തടഞ്ഞു നിർത്തിയിരുന്ന ചില അവസ്ഥകൾ കുറയാൻ തുടങ്ങും. നിങ്ങളുടെ കഴിവ് ശരിയായ ആളുകൾ തിരിച്ചറിയാൻ സാധ്യതയുണ്ട്. ഇതുവരെ വിലകുറച്ച് കണ്ടവർ പോലും ഇപ്പോൾ നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുന്ന സാഹചര്യം വരാം. ജീവിതത്തിൽ ചില സമയങ്ങൾ ഉണ്ടാകും, നമ്മളെ പരീക്ഷിക്കാൻ മാത്രം വന്നതുപോലെ തോന്നുന്ന കാലങ്ങൾ. പക്ഷേ പിന്നീട് മനസ്സിലാകും, ആ അനുഭവങ്ങളാണ് നമ്മളെ കൂടുതൽ ശക്തരാക്കിയത് എന്ന്. അത്തം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ അത്തരമൊരു മാറ്റത്തിന്റെ തുടക്കമാണ്. ഇതുവരെ അനുഭവിച്ച നിരാശകൾ, തെറ്റിദ്ധാരണകൾ, ഉള്ളിലെ വിഷമങ്ങൾ ഇവയെല്ലാം പതുക്കെ മാറി കൂടുതൽ വ്യക്തതയും ആത്മവിശ്വാസവും വരുന്ന സമയത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം വളരെ പ്രധാനമാണ്. ഈ സമയം നിങ്ങൾക്ക് അവസരങ്ങൾ നൽകും. പക്ഷേ അതിനെ സ്വീകരിക്കാൻ നിങ്ങൾക്കും ധൈര്യം വേണം. പഴയ നിരാശകൾ പിടിച്ചുനിന്നാൽ പുതിയ വാതിലുകൾ തുറക്കാൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഒരു കാര്യം ഓർമ്മിക്കൂ, നിങ്ങളുടെ നല്ല മനസ്സ് നിങ്ങളുടെ ബലഹീനതയല്ല, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. ഈ വിഷുവിന് ശേഷം അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാര്യങ്ങൾ പതിയെ മാറിത്തുടങ്ങും. ഇതുവരെ മുടങ്ങി നിന്നതുപോലെ തോന്നിയ പല കാര്യങ്ങളും ഇപ്പോൾ മുന്നോട്ടു പോകാൻ തുടങ്ങും. വളരെ നാളായി കാത്തിരുന്ന അംഗീകാരം ലഭിക്കുന്ന സമയമാണിത്. നിങ്ങൾ ശാന്തമായി ചെയ്ത പരിശ്രമങ്ങൾ, ആരും കാണാതെ പോയ ത്യാഗങ്ങൾ ഇപ്പോൾ പതുക്കെ ഫലം കാണാൻ തുടങ്ങും. ചിലപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്, പക്ഷേ അതിന് യാതൊരു വിലയും കിട്ടുന്നില്ലെന്ന് തോന്നും.
എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്റെ കഴിവ് ആരും കാണുന്നില്ല എന്നൊരു വിഷമം ഉള്ളിൽ ഉണ്ടാകാം. അത്തം നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കാലത്ത് അത്തരമൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ഇപ്പോൾ അവസ്ഥ മാറാൻ തുടങ്ങും. നിങ്ങളുടെ കഴിവും ആത്മാർത്ഥതയും ശരിയായ ആളുകൾ തിരിച്ചറിയാൻ സാധ്യതയുണ്ട്. മുമ്പ് നിങ്ങളെ സാധാരണയായി കണ്ടവർ പോലും ഇപ്പോൾ നിങ്ങളെ കൂടുതൽ ബഹുമാനത്തോടെ കാണുന്ന സാഹചര്യം വരാം. മറ്റുള്ളവർക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും. ചിലർക്ക് ജോലി രംഗത്ത് വലിയ അംഗീകാരം ലഭിക്കാം. ചിലർക്ക് സമൂഹത്തിൽ കൂടുതൽ വിലയും ആദരവും ലഭിക്കാം. ഇതുവരെ എനിക്ക് സാധിക്കുമോ എന്ന് സംശയിച്ചിരുന്ന കാര്യങ്ങളിൽ പോലും ഇപ്പോൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ കഴിയുന്ന സമയം വരും. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ഒരുപോലെ സുഖകരമാകണമെന്നില്ല. പുറത്ത് വിജയവും മുന്നേറ്റവും ഉണ്ടാകുമ്പോഴും ഉള്ളിലെ ചില ബന്ധങ്ങളിൽ മാനസിക സംഘർഷങ്ങൾ തുടരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ തെറ്റിദ്ധാരണകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, സംസാരക്കുറവ്, ഇങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ടാകാം. അത്തം നക്ഷത്രക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്. മനസ്സിൽ വിഷമം ഉണ്ടായാലും അത് തുറന്നു പറയാതെ ഉള്ളിൽ സൂക്ഷിക്കും. പക്ഷേ ചിലപ്പോൾ അതാണ് ബന്ധങ്ങളിൽ അകലം സൃഷ്ടിക്കുന്നത്. അവർ മനസ്സിലാക്കും എന്ന് കരുതി മിണ്ടാതിരിക്കുക പിന്നീട് കൂടുതൽ തെറ്റിദ്ധാരണകൾക്ക് കാരണമാകാം. അതുകൊണ്ട് ഈ സമയത്ത് ബന്ധങ്ങളിൽ കൂടുതൽ ക്ഷമയും തുറന്ന മനസ്സും ആവശ്യമാണ്. ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിൽ വലുതാക്കി കാണാതെ സംസാരിച്ച് പരിഹരിക്കാൻ ശ്രമിക്കണം. ഈ വീഡിയോയുടെ അവസാന ഭാഗത്തിൽ പറയാൻ പോകുന്ന ഒരു പ്രധാന മുന്നറിയിപ്പ് അത്തം നക്ഷത്രക്കാർ ഒരിക്കലും അവഗണിക്കരുത്. കാരണം ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ വലിയ തെറ്റുകൾ കൊണ്ടല്ല സംഭവിക്കുന്നത്, ചെറിയ അശ്രദ്ധകൾ കൊണ്ടാണ്. ആ കാര്യം ശ്രദ്ധിച്ചാൽ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള വലിയ പ്രശ്നങ്ങൾ പോലും ഒഴിവാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ വീഡിയോ ഒരു ഭാഗവും ഒഴിവാക്കാതെ മുഴുവനായി കാണുക. കാരണം ചിലപ്പോൾ ഒരു ചെറിയ അറിവ് പോലും ജീവിതത്തിന്റെ ദിശ മാറ്റാൻ കഴിയും. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർ സാധാരണയായി വളരെ ആത്മാർത്ഥമായ ആളുകളായിരിക്കും. ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് പൂർണ്ണ മനസ്സോടെയും ഉത്തരവാദിത്വത്തോടെയും ചെയ്യാൻ ശ്രമിക്കും. പാതിവഴിയിൽ ഉപേക്ഷിക്കുന്ന സ്വഭാവം ഇവർക്കില്ല. എന്ത് ജോലി ആയാലും എന്ത് ബന്ധമായാലും അതിൽ സത്യസന്ധത പുലർത്താൻ ഇവർ ശ്രമിക്കും. മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാക്കാൻ കഴിയുന്ന വലിയ ഹൃദയമുള്ളവരാണ് അത്തം നക്ഷത്രക്കാർ. ആരെങ്കിലും ബുദ്ധിമുട്ടിലാണെന്ന് മനസ്സിലായാൽ കഴിയുന്നത്ര സഹായിക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ സ്വന്തം പ്രശ്നങ്ങൾ പോലും മാറ്റിവെച്ച് മറ്റുള്ളവർക്കായി സമയം ചെലവിടുന്നവരായിരിക്കും. അതുകൊണ്ടാണ് പലരും ഇവരോട് മനസ്തുറന്ന് സംസാരിക്കുന്നത്. കാരണം അത്തം നക്ഷത്രക്കാർക്ക് കേൾക്കാനും മനസ്സിലാക്കാനും അറിയാം. പക്ഷേ ഇവിടെ ഒരു വലിയ പ്രത്യേകതയുണ്ട്. പുറത്ത് ശക്തരായി തോന്നിച്ചാലും ഉള്ളിൽ വളരെ വികാരപരമായ മനസ്സാണ് ഇവർക്കുള്ളത്. പുറത്ത് ഇവർ സാധാരണ പോലെ പെരുമാറും, ചിരിക്കും, എല്ലാം ശരിയാണെന്ന് കാണിക്കും. പക്ഷേ ഉള്ളിൽ ഒരു ചെറിയ വാക്ക് പോലും ഇവരെ വേദനിപ്പിച്ചിരിക്കാം. ആരെങ്കിലും അവഗണിച്ചതായി തോന്നിയാൽ അത് വളരെ ആഴത്തിൽ മനസ്സിൽ കൊണ്ടുനടക്കും. അത്തം നക്ഷത്രക്കാർക്ക് ആരോടെങ്കിലും ഇഷ്ടം തോന്നിയാൽ അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകും. ബന്ധങ്ങളെ വളരെ വിലമതിക്കുന്നവരാണ് ഇവർ. പക്ഷേ അതേ ആളുകളിൽ നിന്ന് അവഗണന കിട്ടുമ്പോൾ അല്ലെങ്കിൽ സ്നേഹക്കുറവ് അനുഭവപ്പെടുമ്പോൾ അതിന്റെ വേദന ഇവർ പുറത്തു കാണിക്കാതെ ഉള്ളിൽ സഹിക്കും. ചിലപ്പോൾ ഞാൻ ഇത്രയും ചെയ്തു, പക്ഷേ എന്നെ മനസ്സിലാക്കിയില്ല എന്നൊരു വിഷമം മനസ്സിൽ ഉണ്ടാകാം. പക്ഷേ അതൊന്നും ഇവർ എളുപ്പത്തിൽ തുറന്നു പറയാറില്ല. അത്തം നക്ഷത്രക്കാർക്ക് മറ്റൊരു പ്രധാന പ്രത്യേകതയുണ്ട്. ജീവിതത്തിൽ പല നേട്ടങ്ങളും വൈകിയാണ് ലഭിക്കുന്നത്. മറ്റുള്ളവർ വേഗത്തിൽ മുന്നോട്ടു പോകുന്നത് കണ്ടപ്പോൾ എന്റെ സമയം എന്തുകൊണ്ട് ഇങ്ങനെ വൈകുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും ഞാൻ പിന്നിലായിപ്പോയി എന്ന്. പക്ഷേ അത്തം നക്ഷത്രക്കാരുടെ ജീവിതം പലപ്പോഴും അങ്ങനെ തന്നെയാണ്. തുടക്കത്തിൽ വൈകൽ ഉണ്ടായേക്കാം, പക്ഷേ ഒരിക്കൽ നേട്ടം ലഭിച്ചാൽ അത് സ്ഥിരതയുള്ളതായിരിക്കും. ഒരു ചെറിയ ഉദാഹരണം ചിന്തിക്കൂ. മത്സരത്തിൽ എല്ലാവരും ആദ്യം ഓടിത്തുടങ്ങുന്നു. ചിലർ വളരെ വേഗത്തിൽ മുന്നിൽ എത്തും. പക്ഷേ അവസാന നിമിഷം വരെ സ്ഥിരതയോടെ മുന്നോട്ടു പോകുന്നവനാണ് യഥാർത്ഥ വിജയി. അത്തം നക്ഷത്രക്കാർ പലപ്പോഴും അത്തരക്കാരായിരിക്കും. ആദ്യത്തിൽ മറ്റുള്ളവർ മുന്നിൽ എത്തിയതുപോലെ തോന്നും, പക്ഷേ അവസാനത്തിൽ വിജയത്തിന്റെ ഉയരത്തിലെത്തുന്നത് അത്തം നക്ഷത്രക്കാർ തന്നെയായിരിക്കും. ഈ വിഷുവിന് ശേഷം അതിന്റെ സൂചനകൾ കൂടുതൽ വ്യക്തമായി കാണാൻ തുടങ്ങും.
ഇതുവരെ വൈകിയിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ടു പോകാം. ആളുകൾ നിങ്ങളുടെ കഴിവ് തിരിച്ചറിയാൻ തുടങ്ങും. നിങ്ങൾക്കുതന്നെ നിങ്ങളുടെ മൂല്യം കൂടുതൽ മനസ്സിലാകുന്ന സമയം വരും. ഇനി പറയാൻ പോകുന്ന ഭാഗം ജോലി ചെയ്യുന്നവരും സ്വന്തം ബിസിനസ് നടത്തുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ സമയത്ത് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തം നക്ഷത്രക്കാർക്ക് ഈ വിഷുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തൊഴിൽ മേഖലയിലെ ഉയർച്ചയാണ്. ഇതുവരെ നിങ്ങൾ ശാന്തമായി ചെയ്ത അധ്വാനത്തിന് ഇപ്പോൾ വില ലഭിക്കാൻ തുടങ്ങും. പലപ്പോഴും ഞാൻ ഇത്രയും പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ആരും അത് ശ്രദ്ധിക്കുന്നില്ല എന്നൊരു വിഷമം നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാകാം. മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ ലഭിക്കുന്ന അംഗീകാരം പോലും നിങ്ങൾക്ക് വൈകിയാണ് ലഭിച്ചതെന്ന് തോന്നിയിട്ടുണ്ടാകാം. പക്ഷേ ഇപ്പോൾ ആ അവസ്ഥ പതുക്കെ മാറാൻ തുടങ്ങും. നിങ്ങളുടെ ആത്മാർത്ഥതയും സ്ഥിരതയും മേൽനോട്ടക്കാരുടെ ശ്രദ്ധയിൽപ്പെടും. മുമ്പ് സാധാരണയായി കണ്ടിരുന്ന നിങ്ങളുടെ ജോലി ഇപ്പോൾ കൂടുതൽ വിലമതിക്കപ്പെടാൻ തുടങ്ങും. ചിലർക്ക് പുതിയ ഉത്തരവാദിത്വങ്ങൾ ലഭിക്കാം. ആദ്യം അത് ഒരു സമ്മർദ്ദമായി തോന്നിയാലും പിന്നീട് അത് വലിയ ഉയർച്ചയിലേക്ക് നയിക്കുന്ന അവസരമായി മാറും. ചിലർക്ക് പദവി ഉയർച്ച ലഭിക്കാം. ചിലർക്ക് വരുമാന വർധന ഉണ്ടാകാം. എന്റെ സമയം ഇനിയും വന്നിട്ടില്ല എന്ന് കരുതിയിരുന്നവർക്കുപോലും ഇപ്പോൾ കാര്യങ്ങൾ അനുകൂലമായി മാറാൻ തുടങ്ങും. പ്രത്യേകിച്ച് സ്വന്തം കഴിവുകൊണ്ട് മുന്നേറാൻ ശ്രമിക്കുന്നവർക്ക് ഈ സമയം വളരെ ശക്തമായ ഒരു കാലഘട്ടമാണ്. ആരുടെയും പിന്തുണ കാത്തുനിൽക്കാതെ സ്വന്തം പരിശ്രമത്തിലൂടെ മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്ന അത്തം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ അതിന്റെ ഫലം കാണാൻ തുടങ്ങും. സർഗാത്മക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം കൂടുതൽ അനുകൂലമായി കാണുന്നു. കലാരംഗം, എഴുത്ത്, അഭിനയം, പാചകം, അലങ്കാര മേഖല, കൈവേലകൾ, സൗന്ദര്യവുമായി ബന്ധപ്പെട്ട ജോലികൾ, ഇത്തരത്തിലുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല പേരും അംഗീകാരവും ലഭിക്കാൻ സാധ്യതയുണ്ട്. മുമ്പ് ആളുകൾ ശ്രദ്ധിക്കാതെ പോയ നിങ്ങളുടെ കഴിവുകൾ ഇപ്പോൾ കൂടുതൽ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങും. ചിലർക്ക് സമൂഹമാധ്യമങ്ങളിലൂടെയോ പൊതുവേദികളിലൂടെയോ കൂടുതൽ ആളുകളുടെ ശ്രദ്ധ ലഭിക്കാം. പക്ഷേ ജീവിതത്തിൽ ഉയർച്ച വരുമ്പോൾ എതിർപ്പുകളും വരുന്നത് സ്വാഭാവികമാണ്. ചിലർ നിങ്ങളുടെ വളർച്ച ഇഷ്ടപ്പെടാതിരിക്കാം. ചിലർ മുന്നിൽ നിന്ന് നല്ല രീതിയിൽ സംസാരിച്ചാലും പിന്നിൽ നിന്ന് തടസ്സപ്പെടുത്താൻ ശ്രമിക്കാം. ഇവൻ ഇത്ര വേഗം മുന്നോട്ടു പോകേണ്ട എന്ന ചിന്ത പോലും ചിലർക്കുണ്ടാകാം. പക്ഷേ ഈ സമയത്ത് ആ എതിർപ്പുകളെ മറികടക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടാകും. മുമ്പ് ചെറിയ വിമർശനങ്ങൾ പോലും മനസ്സിൽ വേദനയായി തോന്നിയിരുന്നെങ്കിൽ ഇപ്പോൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ കഴിയും. ഇതുവരെ മുടങ്ങിക്കിടന്ന പദ്ധതികൾ വീണ്ടും സജീവമാകും. ഒരു ദിവസം ഇത് ചെയ്യണം എന്ന് നിങ്ങൾ മനസ്സിൽ ആലോചിച്ചിരുന്ന പല കാര്യങ്ങൾക്കും ഇപ്പോൾ അവസരങ്ങൾ ലഭിക്കാം. ചില സ്വപ്നങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങാൻ തുടങ്ങും. പക്ഷേ ഇവിടെ ഒരു പ്രധാന കാര്യമുണ്ട്. പണം വരുന്നതുപോലെ ചെലവും കൂടാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ കുറച്ച് സൗകര്യങ്ങൾ വരുമ്പോൾ മനസ്സ് കൂടുതൽ കാര്യങ്ങൾ ആഗ്രഹിക്കാൻ തുടങ്ങും. ഇതും വേണം, അതും വേണം എന്ന രീതിയിൽ അനാവശ്യ ചെലവുകൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് വികാരത്തിന്റെ പേരിൽ പണം ചെലവിടുമ്പോൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ ആരെയെങ്കിലും വിശ്വസിച്ച് വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ സമയത്ത് അത്തരം കാര്യങ്ങളിൽ 2 തവണ ആലോചിക്കണം. കാരണം ഈ സമയത്ത് ചിലർ നിങ്ങളുടെ വിശ്വാസം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം. നിങ്ങൾ നല്ല മനസ്സോടെ ചെയ്യുന്ന സഹായങ്ങൾ പോലും ചിലർ സ്വന്തം ലാഭത്തിനായി ഉപയോഗിച്ചേക്കാം. അത്തം നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് കുടുംബജീവിതത്തിൽ ഇണക്കവും പിണക്കവും ഒരുമിച്ച് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ചില ദിവസങ്ങളിൽ വീട്ടിൽ വളരെ സന്തോഷകരമായ അന്തരീക്ഷമായിരിക്കും. എല്ലാവരും ഒരുമിച്ച് ചിരിക്കാനും സംസാരിക്കാനും കഴിയുന്ന നല്ല നിമിഷങ്ങൾ ഉണ്ടാകും. പക്ഷേ ചില ദിവസങ്ങളിൽ ചെറിയ കാര്യങ്ങൾ പോലും വലിയ തർക്കങ്ങളായി മാറാൻ സാധ്യതയുണ്ട്. പലപ്പോഴും പ്രശ്നം വലിയതായിരിക്കണമെന്നില്ല, പക്ഷേ അതിനോട് ബന്ധപ്പെട്ട വികാരങ്ങളാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നത്. ഒരു ചെറിയ വാക്ക്, ഒരു തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ ഒരാൾ പ്രതീക്ഷിച്ച രീതിയിൽ മറ്റൊരാൾ പ്രതികരിക്കാതിരിക്കുക, ഇതൊക്കെയാണ് ചിലപ്പോൾ മനസ്സിൽ വലിയ വിഷമം സൃഷ്ടിക്കുന്നത്. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ വാക്കുകളുടെ ഉപയോഗത്തിൽ വളരെ ശ്രദ്ധ വേണം. അത്തം നക്ഷത്രക്കാർ സാധാരണയായി മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ നേരിട്ട് പറയുന്നവരായിരിക്കും. ചിലപ്പോൾ തമാശയായി പറഞ്ഞ കാര്യങ്ങൾ പോലും പങ്കാളിയെ വേദനിപ്പിക്കാൻ ഇടയാകും. പിന്നീട് ഞാൻ അത്ര അർത്ഥത്തിൽ പറഞ്ഞതല്ല എന്ന് തോന്നിയാലും പറഞ്ഞ വാക്കുകൾ മനസ്സിൽ മുറിവായി നിൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് സംസാരിക്കുന്നതിന് മുമ്പ് കുറച്ച് ചിന്തിക്കുക വളരെ പ്രധാനമാണ്.
പ്രത്യേകിച്ച് കോപത്തിൽ പറഞ്ഞ വാക്കുകൾ പിന്നീട് വലിയ അകലങ്ങൾക്ക് കാരണമാകാം. പല അത്തം നക്ഷത്രക്കാർക്കും ഈ സമയത്ത് ഒരു പ്രത്യേക തോന്നൽ ഉണ്ടാകാം. എന്റെ മനസ്സ് ആരും പൂർണ്ണമായി മനസ്സിലാക്കുന്നില്ല എന്നൊരു അവസ്ഥ. പുറത്തു എല്ലാവരോടും സാധാരണ പോലെ പെരുമാറിയാലും ഉള്ളിൽ ഒരു ഏകാന്തത അനുഭവപ്പെടാം. ചിലപ്പോൾ നിങ്ങൾ കുടുംബത്തിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനു വേണ്ട വില ലഭിക്കുന്നില്ലെന്ന് തോന്നാം. ഞാൻ ഇത്രയും ശ്രമിച്ചിട്ടും എന്തുകൊണ്ടാണ് എന്നെ മനസ്സിലാക്കാത്തത് എന്ന ചിന്ത പോലും വരാം. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ മരുന്ന് ക്ഷമയാണ്. ഓരോ ബന്ധത്തിനും ചില പരീക്ഷണ സമയങ്ങൾ ഉണ്ടാകും. ആ സമയത്ത് ഉടനെ പ്രതികരിക്കാതെ കുറച്ച് ശാന്തമായി ചിന്തിക്കാൻ കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും വലുതാകാതെ അവസാനിക്കും. പ്രണയത്തിലിരിക്കുന്നവർക്കും ഈ സമയം ചില പരീക്ഷണങ്ങൾ ഉണ്ടാകാം. ചില ബന്ധങ്ങളിൽ ചെറിയ അകലം, തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ആശയക്കുഴപ്പം അനുഭവപ്പെടാം. വിവാഹം ഉടനെ നടക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നവർക്ക് ചെറിയ താമസം അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. ചില കാര്യങ്ങൾ അവസാന നിമിഷം വരെ എത്തി വീണ്ടും മുടങ്ങുന്നതുപോലെ തോന്നാം. പക്ഷേ ഇവിടെ ഒരു കാര്യം ഓർമ്മിക്കണം, വൈകുന്ന കാര്യങ്ങൾ എല്ലാം നഷ്ടപ്പെടും എന്നർത്ഥമല്ല. ചിലപ്പോൾ ജീവിതം ശരിയായ സമയത്തിനായി ചില കാര്യങ്ങൾ പിടിച്ചു നിർത്താറുണ്ട്. പിന്നീട് പിന്നോട്ട് നോക്കുമ്പോൾ ആ സമയത്ത് നടന്നില്ലാത്തത് നന്നായി എന്ന് തന്നെ തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ക്ഷമ നഷ്ടപ്പെടുത്തരുത്. ശരിയായ കാര്യങ്ങൾ ശരിയായ സമയത്ത് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തും. ഇനി പറയാൻ പോകുന്ന കാര്യം വീട്, സ്വത്ത്, വാഹനം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ സമയത്ത് അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഭൗതിക മുന്നേറ്റങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. അത്തം നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് ഭാവിയിൽ പ്രയോജനകരമാകുന്ന നിക്ഷേപങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇതുവരെ ഇപ്പോൾ സാധ്യമല്ല എന്ന് കരുതിയിരുന്ന ചില കാര്യങ്ങൾ പോലും ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ തുടങ്ങും. പ്രത്യേകിച്ച് സ്വന്തം ഭാവിയെ കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള ചിന്ത ശക്തമാകുന്ന സമയമാണിത്. ചിലർ ഭൂമി വാങ്ങാൻ ആലോചിക്കാം. ചിലർ പുതിയ വീട് സ്വന്തമാക്കാൻ ശ്രമിക്കാം. മറ്റു ചിലർ വർഷങ്ങളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന സ്വന്തം വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ആദ്യ ചുവടുകൾ വെക്കാൻ തുടങ്ങും. ഒരു കുടുംബത്തെ ചിന്തിക്കൂ. വർഷങ്ങളായി വാടക വീട്ടിൽ താമസിക്കുകയാണ്. ഒരു ദിവസം എങ്കിലും സ്വന്തം വീട് വേണം എന്നൊരു സ്വപ്നം മാത്രം മനസ്സിലുണ്ട്. പല കാരണങ്ങളാൽ ആ സ്വപ്നം ഓരോ വർഷവും പിന്നോട്ടു പോയി. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ പതുക്കെ മാറാൻ തുടങ്ങും. മുമ്പ് അസാധ്യമായി തോന്നിയ കാര്യങ്ങൾ പോലും ഇപ്പോൾ സാധ്യമാകുന്നതുപോലെ തോന്നും. ഈ വിഷുവിന് ശേഷം സ്വന്തം ഇടം എന്ന ആഗ്രഹം അത്തം നക്ഷത്രക്കാരിൽ കൂടുതൽ ശക്തമാകാൻ സാധ്യതയുണ്ട്. അത് വീട് ആയിരിക്കാം, ഭൂമി ആയിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു സ്ഥിരത നേടാനുള്ള ആഗ്രഹമായിരിക്കാം. പക്ഷേ ഇവിടെ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം, വേഗത്തിൽ തീരുമാനമെടുക്കരുത്. ചിലപ്പോൾ സന്തോഷത്തിലും ആവേശത്തിലും ആളുകൾ പ്രധാന കാര്യങ്ങൾ പരിശോധിക്കാൻ മറക്കും. രേഖകൾ ശരിയായി നോക്കാതെ ഒരു ഇടപാടിലും ചേരരുത്. മറ്റുള്ളവരുടെ വാക്ക് മാത്രം വിശ്വസിച്ച് വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതും ഒഴിവാക്കണം. കാരണം ചെറിയ അശ്രദ്ധ പോലും പിന്നീട് വലിയ തലവേദനയായി മാറാൻ സാധ്യതയുണ്ട്. ഒരു ഒപ്പ്, ഒരു ശ്രദ്ധക്കുറവ് പിന്നീട് വർഷങ്ങളോളം വിഷമം ഉണ്ടാക്കാൻ കാരണമാകാം. പക്ഷേ ശരിയായ രീതിയിൽ മുന്നോട്ടു പോയാൽ ഈ സമയം ദീർഘകാല നേട്ടങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമായി മാറും. ഇപ്പോൾ ചെയ്യുന്ന ശരിയായ നിക്ഷേപങ്ങൾ ഭാവിയിൽ വലിയ സുരക്ഷയും സ്ഥിരതയും നൽകാൻ സാധ്യതയുണ്ട്. പഠനവും യുവാക്കളുടെ ഭാഗ്യവും. പഠിക്കുന്ന കുട്ടികൾക്കും യുവാക്കൾക്കും ഈ സമയം വളരെ അനുകൂലമാണ്. മുമ്പ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നവർക്ക് ഇപ്പോൾ മനസ്സ് കൂടുതൽ സ്ഥിരതയോടെ പ്രവർത്തിക്കാൻ തുടങ്ങും. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ലഭിക്കും. പഠിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാകാൻ തുടങ്ങും. ചിലർക്ക് മുമ്പ് ബുദ്ധിമുട്ടായി തോന്നിയ വിഷയങ്ങൾ പോലും ഇപ്പോൾ എളുപ്പത്തിൽ പഠിക്കാനാകാം. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് നല്ല ഫലസൂചനകളുണ്ട്. ഏറെ നാളായി ശ്രമിച്ചിട്ടും ചെറിയ വ്യത്യാസത്തിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് ഇപ്പോൾ പുതിയ പ്രതീക്ഷ ലഭിക്കാം. മുൻപ് പരാജയപ്പെട്ടവർക്ക് പോലും ഈ സമയം പുതിയ ആത്മവിശ്വാസം നൽകും. എനിക്ക് ഇനി സാധിക്കില്ല എന്ന് കരുതിയിരുന്ന ഒരാൾ പോലും ഇപ്പോൾ വീണ്ടും ശ്രമിക്കാൻ തീരുമാനിക്കാം. പലർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്. അത്തം നക്ഷത്രക്കാർ പലപ്പോഴും അവസാന നിമിഷത്തിൽ അത്ഭുതകരമായ മുന്നേറ്റം നടത്തുന്നവരാണ്. ആദ്യം ഇവരെ കണ്ടാൽ മറ്റുള്ളവർ വലിയ പ്രതീക്ഷ വെക്കില്ല. പക്ഷേ അവസാന ഘട്ടത്തിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ മുന്നോട്ടു പോകാനുള്ള കഴിവ് ഇവർക്കുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നിരാശയിലായിരിക്കുന്നവർ പ്രതീക്ഷ കൈവിടരുത്. ചില വിജയങ്ങൾ വൈകിയാണ് വരുന്നത്.
പക്ഷേ അത് വരുമ്പോൾ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിയും. ആരോഗ്യവും മാനസിക സമ്മർദ്ദവും. ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം വളരെ പ്രധാനമാണ്. അവൻ ദിവസം മുഴുവൻ ജോലി ചെയ്യുന്നു. പുറത്തു നോക്കുമ്പോൾ എല്ലാം സാധാരണ പോലെ തോന്നും. പക്ഷേ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ മനസ്സ് ശാന്തമാകുന്നില്ല. ഒരുപാട് ചിന്തകൾ, ഒരുപാട് ആശങ്കകൾ. പതുക്കെ അത് ശരീരത്തെയും ബാധിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഈ സമയത്ത് വിശ്രമത്തിനും സമയം കണ്ടെത്തണം. ജീവിതം വെറും ഉത്തരവാദിത്വങ്ങൾ മാത്രം അല്ല, മനസ്സിന് ശാന്തി നൽകുന്ന നിമിഷങ്ങളും അത്ര തന്നെ പ്രധാനമാണ്. രാവിലെ ചെറിയ നടത്തം, പ്രാർത്ഥന, കുടുംബത്തോടൊപ്പം ചിലവഴിക്കുന്ന സമയം, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് സമയം മാറ്റിവെക്കുക. ഇവയെല്ലാം മനസ്സിന് വലിയ ആശ്വാസം നൽകും. ഓർമ്മിക്കൂ, മനസ്സ് ശാന്തമായാൽ ശരീരവും ശക്തമാകും. ആത്മീയ സന്ദേശം: ഈ വിഷുവിന് ശേഷം അത്തം നക്ഷത്രക്കാർക്ക് ദൈവവിശ്വാസം കൂടുതൽ ശക്തമാകുന്ന ഒരു സമയം വരാൻ സാധ്യതയുണ്ട്. മുമ്പ് സാധാരണയായി കണ്ടിരുന്ന ചില കാര്യങ്ങൾ പോലും ഇപ്പോൾ മനസ്സിൽ കൂടുതൽ ആഴത്തിൽ സ്പർശിക്കുന്നതായി തോന്നാം. പ്രാർത്ഥനയിൽ കൂടുതൽ സമാധാനം കണ്ടെത്താൻ കഴിയും. ക്ഷേത്രത്തിൽ കുറച്ച് സമയം ഇരിക്കുമ്പോൾ പോലും മനസ്സിലെ ഭാരങ്ങൾ കുറയുന്നതുപോലെ അനുഭവപ്പെടാം. ചിലർക്ക് അത്ഭുതകരമായ അനുഭവങ്ങൾ പോലും ഉണ്ടാകാം. ജീവിതത്തിൽ എല്ലാം കൈവിട്ടുപോയി എന്ന് തോന്നുന്ന ഒരു സമയത്ത് അപ്രതീക്ഷിതമായി ഒരു സഹായം ലഭിക്കാം. ഇനി ഒന്നും നടക്കില്ല എന്ന് കരുതിയ സമയത്ത് ശരിയായ ഒരു മനുഷ്യൻ ജീവിതത്തിലേക്ക് കടന്നുവരാം. ഒരു വാക്ക്, ഒരു സഹായം, ഒരു അവസരം. അതുപോലും ജീവിതത്തിന്റെ ദിശ മാറ്റാൻ കാരണമാകാം. ചിലപ്പോൾ അത് മനുഷ്യരിലൂടെ ലഭിക്കുന്ന സഹായമായിരിക്കും. ചിലപ്പോൾ ഇത് ദൈവാനുഗ്രഹം തന്നെയാണ് എന്ന് തോന്നുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ നടക്കുക. ഒരു ചെറിയ ഉദാഹരണം ചിന്തിക്കൂ. ഒരു വ്യക്തി വലിയ വിഷമത്തിലായിരുന്നു. ആരോടും പറയാനാകാത്ത അവസ്ഥ. എല്ലാം അവസാനിച്ചു പോയതുപോലെ തോന്നിയ സമയത്ത് അപ്രതീക്ഷിതമായി ഒരാൾ സഹായവുമായി മുന്നോട്ടു വന്നു. പിന്നീട് അവൻ പറഞ്ഞ ഒരു വാക്കുണ്ട്: ആ ദിവസം എനിക്ക് ദൈവം മനുഷ്യന്റെ രൂപത്തിൽ വന്നതുപോലെ തോന്നി എന്ന്. ഇതാണ് ഈ സമയത്തിന്റെ ആത്മീയ ശക്തി. അതുകൊണ്ട് ഈ സമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. കഴിയുമെങ്കിൽ ദരിദ്രർക്കു ഭക്ഷണം നൽകുക, മുതിർന്നവരുടെ അനുഗ്രഹം തേടുക, ക്ഷേത്രദർശനം നടത്തുക, പ്രാർത്ഥനയ്ക്ക് കുറച്ച് സമയം മാറ്റിവയ്ക്കുക. ഈ ചെറിയ കാര്യങ്ങൾ സാധാരണയായി തോന്നിയാലും മനസ്സിന് വലിയ ശക്തി നൽകാൻ കഴിയും. ചിലപ്പോൾ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ വേണ്ട ഏറ്റവും വലിയ ശക്തി മനസ്സിലെ വിശ്വാസമാണ്. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവരെ, ഈ വിഷു നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരതയിലേക്കുള്ള ഒരു വലിയ ചുവടുവെപ്പാകാം. ഇതുവരെ ചെയ്ത അധ്വാനത്തിന് വില ലഭിക്കാൻ തുടങ്ങുന്ന സമയം, പദവിയും ആദായവും വർദ്ധിക്കാൻ സാധ്യതയുള്ള സമയം, നീണ്ട നാളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ചില സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ തുടങ്ങുന്ന സമയം. പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർമ്മിക്കണം: ജീവിതത്തിൽ വിജയം ലഭിക്കുന്നത് ഭാഗ്യം കൊണ്ടു മാത്രമല്ല, ക്ഷമയും ശരിയായ തീരുമാനങ്ങളും കൊണ്ടുമാണ്. ചിലപ്പോൾ ജീവിതം നമ്മളെ വൈകിപ്പിക്കും. പക്ഷേ അതുകൊണ്ട് നമ്മളെ മറന്നുവെന്ന് അർത്ഥമില്ല. ശരിയായ സമയത്ത് ശരിയായ കാര്യങ്ങൾ നൽകാനാണ് ചില അവസരങ്ങൾ വൈകുന്നത്. അതുകൊണ്ട് നിരാശപ്പെടരുത്. നിങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വൈകല്യങ്ങൾ പോലും ഭാവിയിൽ വലിയ സ്ഥിരതയ്ക്ക് കാരണമാകാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന അത്തം നക്ഷത്രക്കാർ, ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങളാണ് നടക്കുന്നത് എന്ന് താഴെ എഴുതൂ. നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റൊരാൾക്ക് പോലും പ്രതീക്ഷ നൽകാൻ കാരണമാകാം. ഞാൻ ഇതുവരെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ അത്തം നക്ഷത്രക്കാരുടെ വിഷുഫല സാധ്യതകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ: നിങ്ങളുടെ പേരും നാളും കമന്റായി താഴെ ഇടാവുന്നതാണ്. അത് കുറിച്ചെടുത്തു ഞങ്ങളുടെ തറവാട്ട് ക്ഷേത്രത്തിൽ ദിവസം നടന്നുവരുന്ന പൂജകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാണെന്ന് തോന്നുന്നുവെങ്കിൽ അത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും പങ്കുവയ്ക്കാൻ ദയവായി മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ ഇറ്റ്സ് മീ അഞ്ജന എസ് പണിക്കർ, സൈനിങ് ഓഫ്.